ശൗവാലിനമ്പിളി ദൂരെ മാനത്ത് തിളങ്ങുന്നു. ശരഫേറും ഈദുൽ ഫിത്റിൻ തക്ബീർ ധ്വനിയുയരുന്നു. ഈ രണ്ടുപേരി സ്വാഗതമായി എല്ലാവർക്കും ഈദ് ആശംസകൾ ആദ്യമായി നേരുന്നു. നമ്മുടെ അഹമ്മദ് കുട്ടി ഉസ്താദ് ഇവിടെ ചുറ്റുപാടും മറവിട്ട് കിടക്കുന്ന എല്ലാവരിലേക്കും ഒരു ഫാത്തിഹ ഓതിയിട്ട് ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വിടവാങ്ങൽ വന്നപ്പോൾ മുത്ത് ഹബീബിനെന്ന് ഓർത്തുപോയി. കാരണം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ പ്രസംഗമായിരുന്നു. രണ്ട് കാര്യം നിങ്ങളിലേക്ക് ഞാൻ ഉപേക്ഷിക്കുന്നു, അത് രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങളിൽ ആരും വഴി പിഴക്കുകയില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഒന്ന് കിതാബുല്ലാഹ്, ഒന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമായ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുക. സുന്നത്ത് റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിക്കുക. അപ്പോൾ അത് മുൻനിർത്തി ഞാൻ ഒരല്പം പറയാണ്. 2 വർഷമായി ഈ റമദാനോടുകൂടി ഞാൻ ഈ പാലക്കലിൽ വന്നിട്ട്. അൽഹംദുലില്ലാ, എന്തുകൊണ്ടും സ്നേഹം നിറഞ്ഞ നാട്ടുകാരാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കമ്മിറ്റിയുമായിട്ട് യാതൊരു പ്രശ്നവും നമുക്കില്ല. പലരും അതങ്ങനെ ധരിക്കുന്നുണ്ടാവും ഉള്ളിലൂടെ, പുറത്ത് പറയില്ലെങ്കിലും യാതൊരു പൂർണ്ണമായി 100% ഇവിടുത്തെ കമ്മിറ്റി എനിക്ക് തൃപ്തിയാണ്. ഒരു പ്രശ്നവുമില്ല. എന്നോട് ഇതുവരെ 2 വർഷമായിട്ട് നല്ല സമീപനമാണ്. നമ്മുടെ അബ്ബാസക്ക അതുപോലെ മൂസക്ക അതുപോലുള്ള കമ്മിറ്റി ഭാരവാഹികൾ നല്ല രൂപത്തിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹു അവരുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു അവർക്ക് അർശിൻ്റെ തണൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അഹമ്മദ് കുട്ടി ഉസ്താദിന് ഇന്നും എൻ്റെ മനസ്സിൽ വരികയാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ നേരത്തെ ഉസ്താദ് വന്ന് അവിടെ കസാരയിലിരുന്ന് ഉസ്താദ് ഞാൻ കുറച്ച് അല്പം സംസാരിക്കാറുണ്ട്, അത് പതിവായിരുന്നു. ഉസ്താദ് ഈ പാലക്കൽ നാടിൻ്റെ പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതാണ് എന്നെ ആ പാട്ടിലേക്ക് ഉസ്താദിൻ്റെ അനുസ്മരണം എഴുതാൻ പോലും എന്നെ തോന്നിപ്പിച്ചത്. അപ്പോൾ ഉസ്താദിൻ്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ ഷാഫിക്ക ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മളെ കൂടെ നിന്ന് പള്ളി ഇവിടെ ജമാഅത്ത് നടന്ന് ഷാഫിക്കാനെ കൊണ്ടുവന്ന് എങ്ങനെ പറയാം. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അത് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എൻ്റെ വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വന്ന് നമ്മളൊക്കെ മരിക്കാനുള്ളതാണ്. എപ്പോഴാണ് നമ്മളെ മരണം പിടികൂടുക എന്നറിയില്ല. ആരും ഒന്നും മനസ്സിൽ വെക്കരുത്. മദ്രസയിൽ നിന്ന് സമാപിക്കുമ്പോൾ കുട്ടികളോട് ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഈ നാട്ടുകാരായ നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. മനുഷ്യ സഹജമാണ്. നമ്മളാരും മാസൂമിങ്ങളല്ല, അമ്പിയാക്കളുമായിട്ടല്ലല്ലോ. നമുക്ക് പല തെറ്റുകളും സംഭവിക്കും. അപ്പോൾ അഭാവത്തിലോ ഇനി അറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ പൊരുത്തപ്പെടണം. മനസ്സറിഞ്ഞ് നിങ്ങൾ പൊരുത്തപ്പെടണം. നിങ്ങളെ ദുആകളിൽ ഉസ്താദിനെ പ്രത്യേകം നിങ്ങൾ കൂട്ടി ദുആയിറക്കണം. ഇൻഷാ അല്ലാഹ് എൻ്റെ മാതാപിതാക്കൾ ഉസ്താദുമാരെ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളുടെ എൻ്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഉസ്താദിനെ നേരിട്ട് മുസാഫത്ത് ചെയ്ത് നമുക്ക് പിരിയാം. അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് നിവാസികളോട് പറയാനുള്ളത്, വരുന്ന 19-ാം തീയതിയാണ് നമ്മുടെ വാർഷിക ജനറൽ ബോഡി. 3 വർഷത്തിലൊരിക്കലാണ് ജനറൽ ബോഡി നടക്കുക. അപ്പോൾ അതിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുക, അതുപോലെ തന്നെ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയൊക്കെ ഉണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിൽ ബഹുമാനപ്പെട്ട കാന്തർ ഉസ്താദിൻ്റെ നയപ്രഖ്യാപന സമ്മേളനമുണ്ട്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഉസ്താദിനെ എല്ലാവരെയും അങ്ങോട്ടും ഹസ്തദാനം ചെയ്യാം. എല്ലാം പൊരുത്തപ്പെട്ടാലും എല്ലാവരും കൊടുക്കുക. പിന്നെ നമ്മുടെ ഖബർസ്ഥാനിൽ മരണപ്പെട്ടു പോയ ഖബർസ്ഥാനിൽ അന്ത്യാർക്കും എല്ലാവർക്കും ദ്വാർക്കണം. ഇൻഷാ അല്ലാഹ് ദ്വാർക്കണം. നമ്മുടെ മോദിൽ ഉസ്താദ് ഒരു കൂട്ടുകാരനെ പോലെയാണ്. നമ്മളെ ചങ്ങായിമാരാ രണ്ടാമത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അങ്ങോട്ടും ദ്വാർക്കാന്നല്ല നമുക്ക് പറയാനില്ല.
അതുപോലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഈ നാട്ടുകാരുടെ ഉസ്താദുമാർക്ക് അകമഴിഞ്ഞ് കൂലിപ്പണി എടുത്ത് ജീവിക്കുകയാണ്. എന്നെങ്കിലും ഉസ്താദുമാർക്ക് ഭക്ഷണം തന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഭക്ഷണം തന്ന് അനുഗ്രഹിക്കട്ടെ. فاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله.